ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സ്പെഷ്യൽ ഡിവൈസസ് ആൻഡ് ഒപ്പാമ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ സ്പെഷ്യൽ ഡിവൈസസ് പഠിച്ചു. ആദ്യം നമ്മൾ LED പഠിച്ചു, പിന്നെ JFET, MOSFET, ഏറ്റവും ഒടുവിലായിട്ട് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇത്രയും സ്പെഷ്യൽ ഡിവൈസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഒരു സ്പെഷ്യൽ ഡിവൈസാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഒപ്പാമ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ഹൈ ഗെയിൻ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഒരു ഹൈ ഗെയിൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ അല്ല, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പോൾ കുറേ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേജസിനൊക്കെ നമ്മൾ കപ്പിൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ പല കപ്ലിംഗ് മെത്തേഡ്സും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ RC കപ്ലിങ്, ട്രാൻസ്ഫോർമർ കപ്ലിങ്, ഡയറക്റ്റ് കപ്ലിങ്. അപ്പോൾ ഈ സ്റ്റേജസിൻ്റെ ഇടയിലുള്ള കപ്ലിങ് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹൈ ഗെയിൻ മൾട്ടി സ്റ്റേജ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ വിച്ച് ക്യാൻ പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻ സച്ച് ആസ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ പോലുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഹൈ ഗെയിൻ ഡയറക്റ്റ് കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകളെയാണ് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അഥവാ ഒപ്പാമ്പ് എന്ന് വിളിക്കുന്നത്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, ഒപ്പാമ്പ് ഈസ് എ ഹൈ ഗെയിൻ. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോനാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുക, അല്ലേ? ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോ. അപ്പോൾ ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫയറുകൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നൽ അതിനെ ഇൻപുട്ട് സിഗ്നൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, അതാണ് അപ്പോഴാണ് നമുക്ക് ഗെയിൻ കിട്ടുക. ഈ ആംപ്ലിഫിക്കേഷൻ എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. ഹൈ ആംപ്ലിഫിക്കേഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ഗെയിൻ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാലും, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ വലിയൊരു വാല്യൂ നമുക്ക് കിട്ടുക. അതാണ് ഹൈ ഗെയിൻ. ഡയറക്റ്റ് കപ്പിൾഡ് ആണ്. മൾട്ടി സ്റ്റേജ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കപ്ലിംഗ് ചെയ്തിട്ടുണ്ടാവും. ഡയറക്റ്റ് കപ്പിൾഡാണ്. റെസിസ്റ്ററോ കപ്പാസിറ്ററോ ഒന്നും അതിൻ്റെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ മൾട്ടി സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. മൾട്ടി സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. എന്താ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത? മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ പഠിച്ചതാണ് മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഒരുപാട് സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ, ഒന്നിൽ കൂടുതൽ സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷനുള്ള ആംപ്ലിഫയറുകളെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, ഒന്നിലധികം സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. ആ സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ മറ്റൊരു ടേം വന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ളതാണ്. എന്താ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ? ഈ ഒപ്പാമ്പ് എന്ന് പറയുന്ന ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട് അവിടെ. നമ്മൾ പറയും അത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും, അങ്ങനെ രണ്ട് ടെർമിനൽസ് ആണുള്ളത്. അവിടെ നമ്മൾ രണ്ട് സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലുകളുടെ ഡിഫറൻസിനെയാണ് നമ്മുടെ ഒപ്പാമ്പ് എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ സിഗ്നലുകളുടെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഒപ്പാമ്പിന് സാധിക്കും. അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എന്ന് പറയാം. അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് എ സർക്യൂട്ട് വിച്ച് ക്യാൻ ആംപ്ലിഫൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇൻപുട്ട് സിഗ്നൽസ് ഗിവൺ ടു ഇറ്റ്. അതായത് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സിഗ്നലുകളുടെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുക. നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. എങ്ങനത്തെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്? ഹൈ ഗെയിൻ ഡയറക്റ്റ് കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിച്ച് ക്യാൻ പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് സച്ച് ആസ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ഹൈ ഗെയിൻ ഡയറക്റ്റ് കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ പോലുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ നല്ലൊരു ഡെഫിനിഷൻ. ഇനി നോക്കുക, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒരു മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണ്. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കുന്നത്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ ഒപ്പാമ്പ്. 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൻ്റെ ഇൻപുട്ട് സ്റ്റേജ് നോക്കുക, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഇൻപുട്ട് സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതായത് രണ്ട് ടെർമിനൽസിൽ കൊടുക്കുന്ന സിഗ്നലുകളുടെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇതിൻ്റെ ഇൻപുട്ട് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ മോർ സ്റ്റേജസ് ഓഫ് ഗെയിൻ, അതായത് ആ കിട്ടുന്ന സിഗ്നലിനെ പിന്നെയും ആംപ്ലിഫൈ ചെയ്യുന്ന, അതായത് ഗെയിൻ വർദ്ധിപ്പിക്കുന്ന കുറേ സ്റ്റേജസ്
ഇതിനെ ഫോളോ ചെയ്ത് വരും. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ ഫോളോ ചെയ്തിട്ട് മോർ സ്റ്റേജസ് ഓഫ് ഗെയിൻ വർദ്ധിപ്പിക്കുന്ന കുറേ സ്റ്റേജസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവർ ആണ്. ഓക്കെ, ആ ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവറിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഫോളോഡ് ബൈ more stages of gain, again followed by class B push pull emitter follower. Okay, the input stage of an op amp is a differential stage followed by more stages of gain and a class B push pull emitter follower. അതായത് ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ഒപ്പ് ആംപ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ സ്റ്റേജ് ആണ്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മോർ സ്റ്റേജസ് ഓഫ് ഗെയിൻ, കുറേ സ്റ്റേജസ് വരുന്നുണ്ട്, സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവറിൽ നിന്നാണ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ആൻ ഒപ്പ് ആംപ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റേജ് ഫോളോഡ് ബൈ മോർ സ്റ്റേജസ് ഓഫ് ഗെയിൻ ആൻഡ് എ ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവർ. ഓക്കെ, ഇനി നോക്കുക, ഒപ്പ് ആംപിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കാം നമുക്ക്. ആദ്യത്തെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ദിസ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലേ. അതായത് നമ്മുടെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആയിട്ടുള്ള ഒപ്പ് ആംപിൻ്റെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. വിച്ച് മീൻസ് an amplifier which can amplify difference between signals, two signals given in the input. ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സിഗ്നലെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുന്ന ആംപ്ലിഫയറുകളെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുക. നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എന്നുള്ളതാണ്. ഇനി നോക്കുക, ഇറ്റ് കൺസിസ്റ്റ് ടു ഇൻപുട്ട് ടെർമിനൽസ്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണല്ലോ ഇതിൻ്റെ ഇൻപുട്ട് സ്റ്റേജിൽ. അപ്പോൾ നമുക്കറിയാം രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടാവണം. ഓരോ ടെർമിനലും കൊടുക്കുന്ന സിഗ്നൽസ് രണ്ടിൻ്റെയും ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ട് ടെർമിനൽ ഉണ്ടാവണമല്ലോ, എന്നാലാണല്ലോ ആ സിഗ്നലുകൾ കൊടുക്കാനും രണ്ട് സിഗ്നലുകൾ കൊടുക്കാനും അതിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യാനും സാധിക്കുള്ളൂ. ഇവിടെയുള്ള രണ്ട് ഇൻപുട്ട് ടെർമിനൽസിനെ നമ്മൾ വിളിക്കാറുള്ളത് ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്നും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്നുമാണ്. ഓക്കെ, ആ ടെർമിനലുകളുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറയാം. ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ആ സിഗ്നലിൻ്റെ ആംപ്ലിഫൈ ചെയ്യുന്നതോടൊപ്പം ആ സിഗ്നലിൻ്റെ ഫേസ് 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യിക്കാനും നമ്മളെ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒപ്പ് ആംപ് അതിനെ 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ഫേസ് 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ക്രസ്റ്റ് ട്രഫായിട്ടും ട്രഫ് ക്രസ്റ്റായിട്ടും മാറും എന്നുള്ളതാണ്. കൊടുക്കുന്ന ഒരു സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ക്രസ്റ്റ് ട്രഫായിട്ടും ട്രഫ് ക്രസ്റ്റായിട്ടും മാറും. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇഫ് വി അപ്ലൈ a signal in the input, it is amplified and also a phase shift 180 degree is introduced on the signal. Okay, ഇനി നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കാതെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ മാത്രമാണ് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ആംപ്ലിഫൈഡ് ബട്ട് നോ ഫേസ് ഷിഫ്റ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. ആ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യും പക്ഷേ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ രണ്ട് ടെർമിനൽസ് ആണ്, ഇൻപുട്ട് ടെർമിനൽ ഇൻവെർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുമാണ് ഇതിനുള്ളത്. പിന്നെ അടുത്തൊരു പ്രത്യേകത നോക്ക്, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് അറ്റ് ബോത്ത് ഇൻപുട്സ് അല്ലേ. അതായത് ഈ രണ്ട് ഇൻപുട്സിലും ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് ഇമ്പിഡൻസ് വിൽ ബി വെരി ഹൈ. നമ്മുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് ലോ ആണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഹൈയും ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒപ്പ് ആംപിൻ്റെ കേസിൽ ഈ രണ്ട് ടെർമിനൽസിലും ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയിക്കോട്ടെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽസ് ആയിക്കോട്ടെ രണ്ടിലും ഇൻപുട്ട് ഇമ്പിഡൻസ് വെരി ഹൈ ആണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ഇൻഫിനിറ്റി ഉള്ളതായിട്ടാണ് നമ്മൾ ഒരു ഐഡിയൽ ഒപ്പ് ആംപിന് അത് ഇൻഫിനിറ്റി ആണ് ആ ഒരു ഇൻപുട്ട് ഇമ്പിഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് അറ്റ് ബോത്ത് ഇൻപുട്സ്. ഓക്കെ, നെക്സ്റ്റ് എ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലെസ് ദാൻ 200 ഓം അല്ലേ. ഔട്ട്പുട്ടിലെ ഇമ്പിഡൻസ് ആവട്ടെ വളരെ ലോ ആണ്. ഓക്കെ, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എ ലാർജ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ടിപ്പിക്കലി 10⁵5. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കാത്ത, ഫീഡ്ബാക്ക് എന്താണെന്നൊക്കെ നമുക്കറിയാലോ, എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഇൻജക്റ്റിംഗ് ബാക്ക് ടു ദ ഇൻപുട്ട് ആണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കാതെയുള്ള ഗെയിന്, അതായത് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോ, ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ അത് വോൾട്ടേജ് ഗെയിൻ ആണ്, ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ ആണെങ്കിൽ അത് എന്താ പറയുക പവർ ഗെയിൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് കറണ്ട് ടു ഇൻപുട്ട് കറണ്ട് റേഷ്യോ ആണെങ്കിൽ അത് കറണ്ട് ഗെയിൻ ആണ്. എന്തായാലും ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കാത്ത വിത്തൗട്ട് ഫീഡ്ബാക്ക് ഗെയിൻ, അതിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുക. ആ ഓപ്പൺ ലൂപ്പ് ഗെയിൻ വളരെ ലാർജ് ആണ്, 10⁵5
ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒപ്പാമ്പിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വോൾട്ടേജ് ഗെയിൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓവർ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓർ വൈഡ് ഫ്രീക്വൻസി റേഞ്ച്. അതായത് നമ്മൾ ഫ്രീക്വൻസി എക്സ് ആക്സിസിലും ഗെയിന് വൈ ആക്സിലും എടുത്തിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം അല്ലേ. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്നൊക്കെ പറയും. നമ്മൾ കണ്ടതാണ്, നേരത്തെ വരച്ചിട്ടുണ്ട് ഡയറക്റ്റ് കപ്പിൾഡിലും പിന്നെ അതുപോലെ ട്രാൻസ്ഫോർമർ കപ്പിൾഡിലും RC കപ്പിൾഡിലൊക്കെ നമ്മൾ പിന്നെ ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എക്സ് ആക്സിലും ഗെയിന് വൈ ആക്സിലും എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ വോൾട്ടേജ് ഗെയിൻ എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വോൾട്ടേജ് ഗെയിൻ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അതായത് ബാൻഡ് വിഡ്ത്ത് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫ്രീക്വൻസി എക്സ് ആക്സിലും ഗെയിന് വൈ ആക്സിലും എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കുറേ നേരം അല്ലേ, കോൺസ്റ്റൻറ്റ് ഗെയിൻ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി പറയുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും, ലാർജ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, വോൾട്ടേജ് ഗെയിൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ഓവർ വൈഡ് ഫ്രീക്വൻസി റേഞ്ച് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് വെരി ലാർജ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതെന്താണെന്ന് ഞാൻ പറയാം. വെരി ലാർജ് CMRR, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നാണ് പറയുക. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ലാർജാണ് ഒപ്പാമ്പിന്, ഗ്രേറ്റർ ദാൻ 90 ഡെസിബൽ. 90 ഡെസിബൽ കൂടുതൽ എന്ത് വരുന്നുണ്ട്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് ഒപ്പാമ്പിനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ദിസ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇറ്റ് കൺസിസ്റ്റ് 2 ഇൻപുട്ട് ടെർമിനൽസ്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് assumed to infinity at both inputs. A low output impedance less than 200 ohm. A large open loop gain typically 10 raised to 5. Voltage gain remain constant over wide range of frequency. Very large CMRR, common mode rejection ratio, greater than 90 decibel. അപ്പോൾ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് നല്ലൊരു ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കണ്ടു, ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഒപ്പാമ്പ് ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒപ്പാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇറ്റ് ഈസ് ഡയറക്റ്റ് കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. ഇൻറ്റേർണൽ സ്റ്റേജസ് ആർ ഡയറക്ട്ലി കപ്പിൾഡ്. നമ്മൾ പറഞ്ഞല്ലോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്, എ നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, അവസാനത്തെ സ്റ്റേജ് ഒരു ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവർ ആണ്. അതിൻ്റെ ഇടയിൽ എ നമ്പർ ഓഫ് സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേജസിനെയൊക്കെ നമ്മൾ കപ്പിൾ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് കപ്പിൾഡ് ആണ് നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതായത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഒന്നും നമ്മൾ RC കപ്ലിങ്ങിലൊക്കെ കണ്ട പോലെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഒന്നും ഇൻറ്റേർണൽ സ്റ്റേജസിൻ്റെ ഇടയിൽ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കപ്പിൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് കപ്ലിംഗ് ആണ് ഇവിടെ ഇൻറ്റേർണൽ സ്റ്റേജസിൻ്റെ ഇടയിൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് വെരി ഹൈ, ഐഡിയലി ഇൻഫിനിറ്റി ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ സിഗ്നൽ സോഴ്സ് ഉണ്ടാവും അല്ലേ ഇൻപുട്ടിൽ, ആ സിഗ്നൽ സോഴ്സിൽ നിന്ന് വെരി സ്മോൾ കറണ്ട് മാത്രമാണ് ഡ്രോ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഹിയർ ഒപ്പാമ്പ് draw very small current from the input signal source because its input impedance is very large, ideally infinity. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് വെരി ലോ, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാരിയേഷൻ ഇൻ ദ ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് സിഗ്നൽസിൽ ഉള്ള വാരിയേഷൻ അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് സിഗ്നൽസിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് വെരി ലോ. Output impedance is very low, so output voltage remains constant irrespective in the variations of the current in the input signal source. Input signal sources നിന്നുള്ള കറണ്ടിലുള്ള വേരിയേഷൻ ഒന്നും ഔട്ട്പുട്ട് വോൾട്ടേജിനെ വലിയ തോതിലൊന്നും സ്വാധീനിക്കില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം ഔട്ട്പുട്ട് ഇംപിഡൻസ് വളരെ ലോ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻപുട്ട് ഇംപിഡൻസ് ഔട്ട്പുട്ട് ഇംപിഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ വളരെ ഹൈ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഓപ്പൺ ലൂപ്പ് ഗെയിനേക്കാളും കുറവായിരിക്കും. എന്താ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഫീഡ്ബാക്ക് കൊടുത്തിട്ട്, ഇവിടെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. യൂഷ്വലി നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആൾവേസ്. നെഗറ്റീവ് ഫീഡ്ബാക്ക്, അതായത് എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് ദ സിഗ്നൽ
ഇൻപുട്ട് സിഗ്നലുമായിട്ട് ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗെയിൻ കുറയും, പക്ഷേ ഗെയിൻ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ലാർജ് ബാൻഡ് വിഡ്ത്ത് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യും അല്ലേ. അത് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ. അത് തന്നെയാണ് ഇവിടെയും. ഹിയർ വി പ്രൊവൈഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൾവേസ് അസോസിയേറ്റഡ് വിത്ത് op-amp സർക്യൂട്ട്സ്. സോ വി വിൽ ഒബ്റ്റെയിൻ gain stability and large bandwidth from operational amplifier circuit. അപ്പോൾ ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേഷണൽ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. നോക്കുക, features of op-amp. Internal stages of an op-amp are directly coupled. No coupling capacitors are used. Op-amp draw a very small current from input signal source because of its very high input impedance. Small output impedance provide a constant output voltage independent of current drawn from the source. Op-amp is always operated with negative feedback. It provides gain stability and large bandwidth. ഇത്രയുമാണ് ഫീച്ചേഴ്സ്. ഇനി നമ്മൾ പറഞ്ഞു ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എന്ന് പറഞ്ഞു. എന്താ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത? അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടാവും. ആ 2 ഇൻപുട്ട് ടെർമിനൽസിലും നമുക്ക് 2 ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കാം. ആ 2 ഇൻപുട്ട് സിഗ്നൽസിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് എ സർക്യൂട്ട് വിച്ച് ക്യാൻ ആംപ്ലിഫൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഇൻപുട്ട് സിഗ്നൽസ് അപ്ലൈഡ് ഓൺ ഇറ്റ് അല്ലേ. അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന 2 ഇൻപുട്ട് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇപ്പോൾ നോക്കുക, ഉദാഹരണത്തിന് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ V1 V2 2 ഇൻപുട്ട് സിഗ്നൽസ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? V1 - V2 ആണ്. നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഗെയിന് A ആണ് എന്ന് കരുതുക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? Vout is equal to ഗെയിൻ ഇൻറ്റു V1 - V2 ആയിരിക്കും. അതായത് ഗെയിൻ ടൈംസ് ആ ഡിഫറൻസിന് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ Vout is equal to A ഇൻറ്റു V1 - V2. അപ്പോൾ ഇങ്ങനെയുള്ള ആംപ്ലിഫയറുകളെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുക. നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതിൻ്റെ ഇൻപുട്ട് സ്റ്റേജ് തന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഒരുപാട് സ്റ്റേജസ് വരുന്നതുകൊണ്ട് ഹൈ ഗെയിൻ ആയിട്ടുള്ള മൾട്ടി സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മനസ്സിലാക്കുക. ഇനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ നമ്മൾ 2 രീതിയിൽ ഈ സിഗ്നൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ 2 സിഗ്നൽസ് കൊടുക്കുന്നു. ഈ 2 സിഗ്നൽസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഫേസ് ഒരേ ഫേസും ആണെന്ന് കരുതുക. If 2 input signals given to a differential amplifier are equal in amplitude and also in phase, രണ്ടും ഒരേ ഫേസിലാണ്, ഫേസ് ഡിഫറൻസ് 0 ആണ് എങ്കിൽ ആ 2 സിഗ്നൽസിനെ നമ്മൾ പറയുന്ന പേരാണ് കോമൺ മോഡ് സിഗ്നൽസ്. കോമൺ മോഡ് സിഗ്നൽസ് ആർ ദ 2 ഇൻപുട്ട് സിഗ്നൽസ് applied onto a differential amplifier which have equal in magnitude, which are equal in magnitude and both are in phase also. ഓക്കെ, ഒരേ ഫേസിലാണ്, ഈ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണ്. അങ്ങനെയുള്ള ഇൻപുട്ട് സിഗ്നൽസ് ആണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ കൊടുക്കുന്നതെങ്കിൽ അത് കോമൺ മോഡ് സിഗ്നൽസ് എന്നാണ് പറയുക. കോമൺ മോഡ് സിഗ്നൽസ് കൊടുക്കുമ്പോൾ ഐഡിയലി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഗെയിൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഐഡിയലി ഗെയിൻ എത്രയാവും? 0 ആവും. പക്ഷേ പ്രാക്ടിക്കലി ചെറിയൊരു ഗെയിൻ നമുക്ക് അവിടെ കിട്ടും. ആ കിട്ടുന്ന ഗെയിനെ നമ്മൾ പറയുന്ന പേരാണ് കോമൺ മോഡ് ഗെയിൻ. എന്താ പറയുക? കോമൺ മോഡ് ഗെയിൻ. പ്രാക്ടിക്കലി ചെറിയൊരു ഗെയിൻ അവിടെ കിട്ടും. ഐഡിയലി ഗെയിൻ 0 ആണ്, പ്രാക്ടിക്കലി ഒരു ഗെയിൻ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗെയിൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വെൻ കോമൺ മോഡ് സിഗ്നൽസ് ആർ അപ്ലൈഡ് നോൺ ആസ് കോമൺ മോഡ് ഗെയിൻ. അതിനെ നമ്മൾ സാധാരണ ACM എന്നാണ് കൊടുക്കാറുള്ളത്. ACM എന്ന് കൊടുക്കും. ഇനി ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന 2 സിഗ്നൽസ് ദേ ആർ ഈക്വൽ ഇൻ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഫേസ്. ഫേസ് ഓപ്പോസിറ്റ് ആണ്. അവർ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അത്തരം ഇൻപുട്ട് സിഗ്നൽസ് നമ്മൾ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽസ്. Okay, differential mode signals are the 2 input signals applied onto a differential amplifier which are equal in amplitude but opposite in phase. Okay, such signals are known as differential mode signals. Differential mode signals in the case നമുക്ക് കിട്ടുന്ന ഗെയിൻ നമ്മൾ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ADM, ഡിഫറൻഷ്യൽ മോഡ് ADM എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് 2 ഗെയിൻ കിട്ടിയല്ലോ, കോമൺ മോഡ് ഗെയിനും ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും അല്ലേ. ഇവിടെ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ ADM/ACM റേഷ്യോനെയാണ് നമ്മൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുക. CMRR എന്ന് ഡിനോട്ട് ചെയ്യുക. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ടു ദ കോമൺ മോഡ് ഗെയിൻ ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ADM/ACM. അത് നമ്മൾ ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് മാറ്റാം.
സാധാരണ ഇവിടെ ഗെയിന് തന്നെ നമുക്കറിയാം യൂണിറ്റ് ഇല്ല. അപ്പോൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഒരു യൂണിറ്റ് ലെസ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അത് ഗെയിൻ ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് നമുക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 20 log 10 ADM/ACM ചെയ്താൽ മതി. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻ ഡെസിബൽ ഇസ് ഈക്വൽ ടു 20 log 10 ADM/ACM. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയതുകൊണ്ട് ഈ കോമൺ മോഡ് സിഗ്നൽ എന്താണ്, ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽ എന്താണ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. റെയർ ആയിട്ട് ചിലപ്പോൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോയുടെ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് വരാറുണ്ട്. ADM-ഉം ACM-ഉം നമുക്ക് തന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളോട് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 20 log 10 ADM/ACM. അവിടെ ഉപയോഗിക്കുന്ന ലോഗ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതമാണ്, 10 ബേസ് ആയിട്ടുള്ള ലോഗരിതമാണ്. 20 log 10 ADM/ACM ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഈസ് വെരി ലാർജ്, ഗ്രേറ്റർ ദാൻ 90 decibel എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നോക്കുക. സർക്യൂട്ട് ദാറ്റ് ക്യാൻ ആക്സെപ്റ്റ് 2 ഇൻപുട്ട് സിഗ്നൽസ് ആൻഡ് ആംപ്ലിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഇൻപുട്ട് സിഗ്നൽസ് നോൺ ആസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. 2 ഇൻപുട്ട് സിഗ്നൽസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവയുടെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയറുകളെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. കോമൺ മോഡ് സിഗ്നൽസ് when the 2 input signals are equal in amplitude and also in phase, those are common mode signals. ഒരേ ഫേസ് ഉള്ള ഒരേ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഇൻപുട്ട് സിഗ്നൽസ് ആണ് രണ്ടെണ്ണവുമെങ്കിൽ അത് കോമൺ മോഡ് സിഗ്നൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കറസ്പോണ്ടിങ് ഗെയിൻ ഈസ് കോൾഡ് കോമൺ മോഡ് ഗെയിൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ഒക്കെ ചെയ്യുന്ന ആ ഗെയിനെ നമ്മൾ പറയുന്ന പേര് കോമൺ മോഡ് ഗെയിൻ, ACM എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the 2 input signals to a differential amplifier are equal in amplitude but opposite in phase, those are differential mode signals. ഓക്കെ, അതായത് ഒരേ ആംപ്ലിറ്റ്യൂഡ് തന്നെ പക്ഷേ ഫേസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത്തരം 2 ഇൻപുട്ട് സിഗ്നൽസിനെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ കൊടുക്കുന്ന അത്തരം 2 ഇൻപുട്ട് സിഗ്നൽസിനെ നമ്മൾ ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽസ് എന്നാണ് പറയുക. കറസ്പോണ്ടിങ് ഗെയിൻ ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ADM. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിനെ നമ്മൾ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ADM എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ടു ദ കോമൺ മോഡ് ഗെയിൻ, ADM/ACM ആണ്. ADM/ACM ആണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 log 10 ADM/ACM ചെയ്താൽ മതി. 20 log 10 ADM/ACM. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് ഒപ്പാമ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നത്. സ്കിമാറ്റിക് സിംബൽ ഓഫ് ആൻ ഒപ്പാമ്പ്. ഒപ്പാമ്പിൻ്റെ സിംബൽ വളരെ സിമ്പിളാണ്. ഇതുപോലൊരു ട്രയാങ്കിളാണ്. അപ്പോൾ നോക്കുക, അതിനകത്ത് 5 ടെർമിനൽസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടെർമിനൽ നെഗറ്റീവ്, പോസിറ്റീവ്, +V, -V. ഇതൊരു ഔട്ട്പുട്ട് ടെർമിനൽ. ശരിക്കും ഒപ്പാമ്പ് എന്ന് പറയുന്ന ഒരു 8 ടെർമിനൽ ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്. 8 ടെർമിനൽസ് ആണുള്ളത്. ട്രാൻസിസ്റ്റർ ഡയോഡിന് നമുക്കറിയാം 2 ടെർമിനൽസ് ആണുള്ളത്, പോസിറ്റീവും നെഗറ്റീവും. റെസിസ്റ്ററിനും കപ്പാസിറ്ററിനും ഒക്കെ 2 ടെർമിനൽസ് ആണുള്ളത്. നമ്മൾ പഠിച്ച ട്രാൻസിസ്റ്ററിനും ഫെറ്റിനൊക്കെ 3 ടെർമിനൽസ് ആണുള്ളത്. ഇവിടെ ഒപ്പാമ്പിന് 8 ടെർമിനൽസ് ആണുള്ളത്. അത് മനസ്സിലാക്കുക. ഒപ്പാമ്പ് ഈസ് എ 8 ടെർമിനൽ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. ഒപ്പാമ്പ്, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറും വോൾട്ടേജ് ഫോളോവറൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ലാബിൽ നമ്മൾ ചെയ്യും. ഇനി ഇവിടെ 5 ടെർമിനൽസ് സിംബൽസിൽ സാധാരണ നമ്മൾ കാണിക്കാറുണ്ട്. 8 ടെർമിനൽസ് ഉണ്ടെങ്കിലും 5 ഇമ്പോർട്ടൻറ്റ് ടെർമിനൽസ് ആണ് നമ്മൾ സിംബലിൽ കാണിക്കാറുള്ളത്. അതിൽ ഈ മൈനസ്, പ്ലസ് എന്നിങ്ങനെ കാണിച്ചിട്ടുള്ള ടെർമിനൽസ് യഥാക്രമം ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുമാണ്. മൈനസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനൽ, പോസിറ്റീവ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇനി +V, -V എന്ന് പറയുന്നത് പവർ സപ്ലൈ ഉണ്ടാവും അല്ലേ? ഒപ്പാമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പവർ സപ്ലൈ വേണം. ആ പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും പോകുന്ന, പവർ സപ്ലൈക്ക് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങോട്ട് പോകുന്ന ടെർമിനൽസ് ആണ് ഈ +Vയും -Vയും. പവർ സപ്ലൈ ടെർമിനൽസ് ആണ്. ടെർമിനൽസ് ഗോസ് ടു ദ പവർ സപ്ലൈ ആണ് +Vയും -Vയും. +V ഗോസ് ടു ദ പോസിറ്റീവ് നോബ് ഓഫ് ദ, അല്ലെങ്കിൽ പോസിറ്റീവ് എൻഡ് ഓഫ് ദ പവർ സപ്ലൈ. -V ഗോസ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ പവർ സപ്ലൈ. ദെൻ ഈ കാണിച്ചിട്ടുള്ളത് പിന്നെ ഔട്ട്പുട്ട് ടെർമിനലാണ്. നോക്കുക, 5 ഇമ്പോർട്ടൻറ്റ് ടെർമിനൽസ്, 2 ടെർമിനൽസ് ഫോർ സപ്ലൈ വോൾട്ടേജസ് +V ആൻഡ് -V. ദെൻ ഇൻവെർട്ടിംഗ് ടെർമിനൽ നെഗറ്റീവ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ പ്ലസ്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ പ്ലസ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആൾസോ 1 ഔട്ട്പുട്ട് ടെർമിനൽ. 2 പവർ സപ്ലൈ ടെർമിനൽസ് +Vയും -Vയും, ഇൻപുട്ട് ടെർമിനൽസ് 2 എണ്ണം,
ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽസ്, ഒരു ഔട്ട്പുട്ട് ടെർമിനൽ, രണ്ട് ഇൻപുട്ട് ടെർമിനൽസ്, ഒരു ഔട്ട്പുട്ട് ടെർമിനൽ, രണ്ട് പവർ സപ്ലൈ ടെർമിനൽസ്. ഈ 5 ടെർമിനൽസാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ 8 5 നമ്മൾ പറഞ്ഞു. 2 ടെർമിനൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 ടെർമിനൽസ് ആണ് ഓഫ്സെറ്റ് നൾസ് എന്ന് പറയുന്ന 2 ടെർമിനൽസ് ഉണ്ട്. 2 ഓഫ്സെറ്റ് നൾ. എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞു കോമൺ മോഡ് സിഗ്നൽസ് നൽകുന്ന സമയത്ത്, അതായത് 2 സിഗ്നൽസും ഈക്വൽ ഇൻ ആംപ്ലിറ്റ്യൂഡും ആണ്, ഈക്വൽ ഇൻ ഫേസും ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, ശരിക്കും തിയററ്റിക്കലി നമുക്ക് ഔട്ട്പുട്ട് 0 ആണ് കിട്ടേണ്ടത്. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് 0 അല്ല കിട്ടുക. അപ്പോൾ 0 കിട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ടെർമിനൽസ് ആണ് ഓഫ്സെറ്റ് നൾ ടെർമിനൽസ്. ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി. 2 ഓഫ്സെറ്റ് നൾ ടെർമിനൽസ് വിച്ച് എൻഷുവർ 0 ഔട്ട്പുട്ട് വെൻ ദ 2 ഇൻപുട്സ് ആർ ഈക്വൽ. അതായത് ഈ 2 ഇൻപുട്സും ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് 0 തന്നെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ടെർമിനൽസ് ഉണ്ട്, 2 ഓഫ്സെറ്റ് നൾ ടെർമിനൽസ്. അത് ഈ ഇതിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, സിമ്പലിൽ നമ്മളത് കാണിക്കാറില്ല. സിമ്പലിൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഔട്ട്പുട്ട് ടെർമിനൽ, പിന്നെ പവർ സപ്ലൈയിലേക്ക് പോകുന്ന +V -V ടെർമിനൽസ്, ഇത്രയാണ് കാണിക്കുന്നുള്ളൂ. ഇനി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്നിവയുടെ പ്രത്യേകത ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. ആംപ്ലിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് സിഗ്നൽ നേരെ തിരിയും. ഇപ്പം ഇങ്ങനെ ഒരു സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുക ഇങ്ങനൊരു സിഗ്നലാണ്. അതായത് ഇത് നേരെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അല്ല, ഇവിടുത്തെ ക്രസ്റ്റ് ആണ് ആദ്യം വരുന്നത്, ഇവിടെ ട്രഫാണ് ആദ്യം വരുന്നത്, രണ്ടാമത്തെ ട്രഫ്, ഇവിടെ ക്രസ്റ്റ്. അങ്ങനെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലേ ഒരു ടെർമിനലാണ് ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫൈ ചെയ്യുന്നതിനോടൊപ്പം അവിടെ പിന്നെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളതാണ്. എ സിഗ്നൽ അപ്ലൈഡ് ടു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലേ, എ സിഗ്നൽ അപ്ലൈഡ് ടു ഇൻവേർട്ടിംഗ് ടെർമിനൽ മൈനസ് വിൽ ബി ഷിഫ്റ്റഡ് ഇൻ ഫേസ് 180 ഡിഗ്രി അറ്റ് ദ ഔട്ട്പുട്ട്. ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എ സിഗ്നൽ അപ്ലൈഡ് ടു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ പ്ലസ് വിൽ അപ്പിയർ ഇൻ ദ സെയിം ഫേസ് അറ്റ് ദ ഔട്ട്പുട്ട് ആസ് അറ്റ് ദ ഇൻപുട്ട്. എന്നാൽ ഇവിടെ നമ്മളിങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു എന്ന് കരുതുക, അതിന് ഒരു ഫേസ് ഷിഫ്റ്റും ഉണ്ടാവില്ല അല്ലേ. ഔട്ട്പുട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ തന്നെ, അതായത് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഫേസ് എന്തായിരിക്കും, സെയിം ആവും എന്നുള്ളതാണ്. എ സിഗ്നൽ അപ്ലൈഡ് ടു ഇൻവേർട്ടിംഗ് ടെർമിനൽ വിൽ ബി ഷിഫ്റ്റഡ് ഇൻ ഫേസ് 180 ഡിഗ്രി അറ്റ് ദ ഔട്ട്പുട്ട്. എ സിഗ്നൽ അപ്ലൈഡ് ടു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വിൽ അപ്പിയർ ഇൻ ദ സെയിം ഫേസ് അറ്റ് ദ ഔട്ട്പുട്ട് ആസ് അറ്റ് ദ ഇൻപുട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പൽ. ഈ 5 ടെർമിനൽസ് ആണ് സാധാരണ സിമ്പിൾസിൽ കാണിക്കാറുള്ളതെങ്കിൽ കൂടി കുറച്ചുകൂടി സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ സർക്യൂട്ടുകൾ, ഒപ്പാമ്പ് സർക്യൂട്ടുകളൊക്കെ വരയ്ക്കുമ്പോൾ ഈ 2 ടെർമിനൽസ് കാണിക്കാറില്ല. ഓക്കെ, അതായത് പവർ സപ്ലൈ ടെർമിനൽസ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി -V ആൻഡ് +V ടെർമിനൽസ് ക്യാൻ ബി ഒമിറ്റഡ് ഫ്രം ദ സിമ്പൽ ഓഫ് ഒപ്പാമ്പ്. ഒപ്പാമ്പിൻ്റെ സിമ്പൽ അപ്പോൾ സർക്യൂട്ടുകളിലൊക്കെ അത്രയേ നമ്മൾ കാണിക്കാറുള്ളൂ. മൈനസ്, പ്ലസ്, ഇത് ഔട്ട്പുട്ട് ടെർമിനൽ, ഇങ്ങനെയാണ് നമ്മൾ കാണിക്കാറുള്ളത്. നമ്മൾ ലാബിൽ ചെയ്യും ഒരു 8 ടെർമിനൽസ് ഉള്ള ഒരു ഒപ്പാമ്പ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റ് നമുക്ക് പരിചയപ്പെടാതെ. അപ്പോൾ അതിനകത്ത് ഇൻവേർട്ടിംഗ് ടെർമിനൽ, രണ്ടാമത്തെ ടെർമിനലാണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ, മൂന്നാമത്തെ ടെർമിനലാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, 6ാമത്തെ ടെർമിനലാണ് ഔട്ട്പുട്ട് ടെർമിനൽ. ഈ 3 ടെർമിനൽസാണ് സാധാരണ സിമ്പലിൽ കാണിക്കാറുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് -V എന്ന് പറയുന്ന ടെർമിനൽ 4ാമത്തെ ടെർമിനലും +V ടെർമിനൽ എന്ന് പറയുന്നത് 8ാമത്തെ ടെർമിനലുമാണ്. ഈ 5 ടെർമിനൽസാണ് നമ്മൾ കണക്ഷനൊക്കെ കൊടുക്കുമ്പോൾ ബ്രെഡ് ബോർഡിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ സിമ്പൽ ഓഫ് ദ ഒപ്പാമ്പ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പറയാനുള്ളത് ഒപ്പാമ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒപ്പാമ്പിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്പാമ്പ്: ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഫോളോവർ, പിന്നെ ഒപ്പാമ്പ് ഡിഫറൻഷിയേറ്റർ, ഒപ്പാമ്പ് ഇൻ്റഗ്രേറ്റർ, സമ്മിങ് ആംപ്ലിഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.